നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നും വാസ്തുശാസ്ത്രത്തിലെ ഒരു വിഷയമാണ് പ്രതിപാദിക്കുന്നത്. ശിലാസ്ഥാപനം അഥവാ കല്ലിടിയിൽ എന്ന കർമ്മം വാസ്തുശാസ്ത്രത്തിലെ ഒരു വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ്. ആ വാസ്തുശാസ്ത്രത്തിലെ ശിലാസ്ഥാപനം എന്ന കർമ്മത്തിൽ ശ്രദ്ധിക്കേണ്ട, അറിയേണ്ടതായിട്ടുള്ള കാര്യത്തെയാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ മുകളിലുള്ള ഓൾ എന്ന ബട്ടൺ കൂടി ഒന്ന് സെലക്ട് ചെയ്യുക. അതുവഴി ഞാൻ തുടർന്ന് നൽകുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. ശിലാസ്ഥാപനം അഥവാ കല്ലിടിയിൽ, ആ ചടങ്ങിന്റെ മഹത്വവും ആ ചടങ്ങിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള, അറിയേണ്ടതായിട്ടുള്ള കാര്യങ്ങളുമാണ് ഇന്ന് പ്രതിപാദിക്കുന്നത്. ജ്യോതിഷപ്രകാരം ഒരു ശിശു ജനിക്കുമ്പോൾ ജാതകം എപ്രകാരമാണോ എഴുതുന്നത്, അതേപോലെയാണ് കല്ലിടുമ്പോൾ ഉള്ള സമയത്തെ കൊണ്ട് നമുക്ക് ആ വീടിന്റെ ഭാവി നിർണ്ണയിക്കാം എന്നുള്ളത്. തറക്കല്ലിടുന്ന സമയത്തെ നിമിത്തങ്ങളും ദീപലക്ഷണവും ആ മുഹൂർത്തത്തിന്റെ പ്രാധാന്യവും എല്ലാം ആ വീടിന്റെ ഭാവിയെ കുറിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നല്ല ഉത്തമമായിട്ടുള്ള സമയത്തായിരിക്കണം തറക്കല്ലിടുന്നത്, അതായത് ശിലാസ്ഥാപനം നടത്തേണ്ടത്. കല്ലിടുമ്പോൾ കോൺ തിരിഞ്ഞു വീഴുന്നതും ഒക്കെ നോക്കി ഭാവി പ്രവചിക്കാറുണ്ട്. അങ്ങനെ വീട് പണിയുടെ തന്നെ ജാതകം നമുക്ക് നിശ്ചയിക്കാനായിട്ട് സാധിക്കും. ചരവാസ്തു സമ്പ്രദായ പ്രകാരം ഏതു മാസത്തിലാണോ ശിലാസ്ഥാപനം നടത്തുന്നത് ആ മാസത്തിന്റെ 10ാമത്തെ രാശിയിൽ ശിലാസ്ഥാപനം നടത്താമെന്നൊരു വിധിയുണ്ട്. എന്നാൽ കേരളത്തിൽ കന്നിമൂലയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ട് തന്നെ സ്ഥിരവാസ്തു എന്ന സമ്പ്രദായ പ്രകാരം കന്നിമൂലയിൽ നാം ഒക്കെ ശിലാസ്ഥാപനം നടത്തുകയാണ് പതിവ്. അതിലും തെറ്റില്ല, രണ്ടായാലും നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ്. അതായത് ഉദാഹരണമായിട്ട് മേടമാസത്തിലാണ് കല്ലിടുന്നതെങ്കിൽ വീടിന്റെ മകരം രാശി വരുന്ന സ്ഥാനത്ത് കല്ലിടാവുന്നതാണ്. പൊതുവെ നമ്മുടെ കേരളത്തിൽ വീടിന്റെ കന്നിമൂലയിലാണ് കല്ലിടുന്നത്. ശിലാസ്ഥാപനം എന്ന കർമ്മം നിർവഹിക്കേണ്ടത് വീട്ടിലെ ഗ്രഹനാഥനോ ഗ്രഹനാഥയോ മറ്റ് മുതിർന്ന കാരണവന്മാരോ നമ്മളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പണ്ഡിത ശ്രേഷ്ഠന്മാരോ അത്തരത്തിൽ മഹനീയമായിട്ടുള്ള വ്യക്തിത്വമുള്ളവർക്കോ ഒക്കെ ആ കർമ്മത്തെ നിർവഹിക്കാവുന്നതാണ്. ശിലാസ്ഥാപനം നടത്താൻ ഉദ്ദേശിക്കുന്ന പ്രസ്തുത ശില വിധിപ്രകാരം പൂജാകർമ്മങ്ങൾ ചെയ്ത ശിലയായിരിക്കണം. പൂജാകർമ്മങ്ങൾ തന്ത്രശാസ്ത്ര വിധിപ്രകാരം ചെയ്യണമെന്ന് നിർബന്ധമില്ല. തച്ചുശാസ്ത്ര വിദഗ്ധനായിട്ടുള്ള ആ പണിയുടെ മേൽനോട്ടം വഹിക്കുന്ന ശില്പിക്കും ആ കർമ്മത്തെ നിർവഹിക്കാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള രീതിയിൽ ആ ശിലയെ പൂജിച്ച് ആ കർമ്മത്തെ, മഹത് കർമ്മത്തെ നിർവഹിക്കാവുന്നതാണ്. ആ തച്ചുശാസ്ത്ര വിദഗ്ധന്റെ മേൽനോട്ടത്തിലായിരിക്കണം ആ ശിലാസ്ഥാപന കർമ്മം നടത്തേണ്ടത് എന്നർത്ഥം. ശിലാസ്ഥാപനം നടത്തുമ്പോൾ അടിയിൽ രത്നങ്ങളും നാണയങ്ങളും സ്വർണ്ണ നാണയങ്ങളും സ്വർണവും ഒക്കെ കുഴിച്ചിടുന്ന അല്ലെങ്കിൽ അടിയിൽ സൂക്ഷിക്കുന്ന പതിവ് പണ്ടുണ്ടായിരുന്നു. അത് ഭാവി തലമുറയിലേക്ക് വേണ്ടി കരുതലെടുക്കുന്ന ഒരു കാലമായിരുന്നു. എന്തെങ്കിലും തരത്തിലുള്ള ദുരിതങ്ങൾ ഉണ്ടാകുന്ന പക്ഷം ഒരു കരുതലിന് വേണ്ടി, ആ കുടുംബത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് ആ കാലത്തൊക്കെ ഇപ്രകാരം ചെയ്തിരുന്നത്. ഇന്ന് അത് പ്രായോഗികമല്ല, അതിൽ യാതൊരു ശാസ്ത്രീയ അടിസ്ഥാനവുമില്ല. അത്തരത്തിൽ നാണയങ്ങളോ സ്വർണമോ രത്നമോ ഒന്നും കല്ലിടുന്നതിന്റെ അടിയിൽ വെക്കണമെന്ന് എങ്ങും നിർബന്ധമില്ല. ശിലാസ്ഥാപന കർമ്മം ചെയ്യുന്നതിന് മുമ്പായിട്ട് വാസ്തുപൂജ ചെയ്യുന്നത് ഉത്തമമായിരിക്കും. വാസ്തുപൂജ ചെയ്യാത്ത പക്ഷം തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ ഗ്രഹനാഥന്റെയും ഗ്രഹനാഥയുടെയും ഒക്കെ പേരിൽ പൂജകളോ വഴിപാടുകളോ ഒക്കെ ചെയ്യുന്നത് ഗുണകരമാണ്. ക്ഷേത്രത്തിൽ നിന്ന് പുണ്യാഹം വാങ്ങി ശിലാസ്ഥാപനം നടത്താൻ ഉദ്ദേശിക്കുന്ന സ്ഥലവും പുരയിടവും ശുദ്ധിയാക്കുന്നത്, ശുദ്ധീകരണ പ്രക്രിയ നടത്തുന്നതും ഒക്കെ ഉത്തമമാണ്. കൂടാതെ അവരവരുടെ കുടുംബക്ഷേത്രത്തിലുമൊക്കെ വഴിപാട് നടത്തി അന്നേ ദിവസം വ്രതശുദ്ധിയോടുകൂടി ചടങ്ങ് ചെയ്യുകയാണെങ്കിൽ ശുഭകരമായി തീരും. ഒരു ശിശുവിന്റെ ജനനം എപ്രകാരമാണോ നാം കരുതലെടുത്ത് ചെയ്യുന്നത് അതേപോലെ തന്നെ മനഃശുദ്ധിയോടും വ്രതശുദ്ധിയോടുകൂടിയും ശ്രദ്ധയോടുകൂടിയുമാണ് ശിലാസ്ഥാപനം എന്ന കർമ്മവും നാം ചെയ്യേണ്ടതായിട്ടുള്ളത്. ഉത്തമമായിട്ടുള്ള ഒരു ജ്യോതിഷിയെ കണ്ട് നല്ലൊരു മുഹൂർത്തം കുറിച്ച് നല്ല ശ്രദ്ധയോടുകൂടി ഈ കർമ്മത്തെ നടത്തുക, നല്ല ഫലം അതിൽ നിന്ന് കിട്ടും. ഇത്രയും കാര്യങ്ങളാണ് ശിലാസ്ഥാപന കർമ്മവുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്, നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനുള്ളത്. വാസ്തുശാസ്ത്രപരമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടണമെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. വളരെ ലളിതമായിട്ട് നിങ്ങളുടെ സംശയങ്ങൾക്കും ഒക്കെ മറുപടി തരുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ദിവസം നമുക്ക് മറ്റൊരു നല്ല വിഷയവും വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.